പി.സി. ജോർജ് ചേരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി. ശ്രീ പി.സി. ജോർജ്, മുഖ്യമന്ത്രിയുടെ ശിവഗിരി സമ്മേളനത്തിലെ വിവാദ പ്രസംഗത്തിനു പിന്നാലെ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ എന്തുകൊണ്ട് അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച് അത് ഈ കാലഘട്ടത്തിലെ അശ്ലീലമാണ് മനുസ്മൃതി എന്നുവരെ പറയുന്നതിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് CPM നേതാക്കൾ ഇത്തരത്തിൽ ഹിന്ദുക്കളെയും ഹൈന്ദവതയെയും സനാതനധർമ്മത്തെയും ഒക്കെ ഇങ്ങനെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ ഈ CPM എന്ന് പറഞ്ഞ സ്ഥാപനമേ കേരളം ഇന്ത്യയിലെ ലോകത്ത് തീർന്നു, ഇന്ത്യയിൽ തീർന്നു, ഇനി കേരളത്തിലാകെയുള്ള കേരളം തീരാൻ പോവാ. UP നമ്മുടെ ബംഗാളിൽ തീർന്നില്ലേ, ത്രിപുരയിൽ തീർന്നില്ലേ, ഈ കേരളത്തിലെ 5-6 ഉള്ള അതിപ്പോ തീർന്നു കിട്ടും. അതിനുള്ളതൊക്കെ അവർ ഉണ്ടാക്കുന്നത് ഈ സനാതനധർമ്മം ആ ഇഷ്യൂയിൽ NSS ജനറൽ സെക്രട്ടറി കാര്യം പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശൻ KPC നമ്മുടെ SNDP ജനറൽ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു. അതൊക്കെ മത നേതാക്കന്മാരെ അവര് പറയുന്ന അവരുടെ അഭിപ്രായം പറയുന്നോട്ടെ. നമ്മളെന്തിനും അതിനകത്ത് കയറിക്കൊടുന്നു? രാഷ്ട്രീയക്കാർക്ക് എന്ത് കാര്യം? മുഖ്യമന്ത്രി തന്നെ അത് പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് കാര്യം? രാഷ്ട്രീയക്കാരന് സൗകര്യം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോകാനും പള്ളിയിൽ പോകാനും മോസ്കിൽ പോകാം. അവിടുത്തെ ചടങ്ങ് എന്താണ് അതിൽ പങ്കെടുക്കാം. പിണറായി വിജയൻ ഇപ്പൊ തുണിയില്ലാതെ ക്ഷേത്രത്തിൽ കയറണം നിർബന്ധം പറഞ്ഞ് നടക്കുവോ? അപ്പോ ഷർട്ട് ഊരുക, പുരുഷ ആണാണെങ്കിൽ ഷർട്ട് ഊരുക എന്നുള്ളത് അശ്ലീലമാണെന്ന് പറഞ്ഞാൽ അപ്പോ ഈ MV ഗോവിന്ദൻ ജീവിതത്തെ കൂടെ കുളിക്കാൻ വേണ്ടി വീട്ടിലിരിക്കുമ്പോഴും അശ്ലീലമാണല്ലോ. ഇപ്പൊ ഷർട്ട് ഊരിയിട്ട് വീട്ടിൽ ഒന്ന് കുത്തിയിരുന്നാണ് അശ്ലീലമാണെന്ന് നമുക്ക് കണ്ടാൽ ഞാൻ എന്റെ വായി വലത് അത് പറയുന്നില്ലേ. ഗോവിന്ദനെ ഇയാളെപ്പോലുള്ള വിവരദോഷികളൊക്കെ പിടിച്ച് CPM ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് വെച്ച് പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കുകയാണെന്നോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നത് മുഴുവൻ തകർന്നല്ലോ. VS അച്യുതാനന്ദനെ പോലുള്ള സഖാക്കന്മാരൊക്കെ മാറി നിൽക്കുന്നു. അതുപോലെ നമ്മുടെ സുധാകരൻ, അതുപോലുള്ള MV ഗോവിന്ദനല്ലാതെ ഒരുമാതിരി വിവരമുള്ള ആളുകളെല്ലാം മാറി നിൽക്കുകയല്ലേ. അല്ലെ, മാറി നിൽക്കുന്നതെല്ലാം മാറ്റി നിർത്തിയിരിക്കുകയല്ലേ പിണറായി വിജയന്റെ ഒരു കളിയുടെ ഭാഗമായി. വലിയ അപകടകരമായ നിലയിലാണ് പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഒക്കെ ഈയനും കാര്യം ഇടപെടാൻ പാടില്ല. സനാതനധർമ്മവും ഹൈന്ദവ ധർമ്മവും അതൊക്കെ എന്താണെന്നുള്ളത് അവര് തീരുമാനിച്ചോട്ടെ. അത് എന്തിന് നമ്മുടെ രാഷ്ട്രീയക്കാരൻ ഇടപെടുന്നു? രാഷ്ട്രീയ പാർട്ടിയാണോ ഇവിടുത്തെ മതവും പള്ളിയും ഒക്കെ നിശ്ചയിക്കുന്നത്? ആ ക്ഷേത്രം വേണോ? ഇതൊക്കെ നിശ്ചയിക്കാൻ രാഷ്ട്രീയക്കാരൻ എന്താ അവകാശം? അതൊക്കെ സമുദായ മത നേതാക്കൾക്ക് വിട്ടുകൊടുക്കുക. NSSോ SNDPയോ അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമിയോ അല്ലോ ജമാഅത്ത് കമ്മിറ്റികളൊക്കെ വല്ല അഭിപ്രായം പറയട്ടെ. നമ്മളെന്തിനകത്ത് ചേർത്തേ? ഏതായാലും ഗോവിന്ദനെ പോലെ പള്ളിക്കൂടത്തിൽ പോകാത്തതിനൊക്കെ പിടിച്ച് KPC നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി ആയാലും കുഴപ്പമാണ്. ഡ്രിൽ അധ്യാപകനല്ലേ അങ്ങേര്. ആ ഡ്രിൽ അധ്യാപകനെ പിടിച്ച് ഇവിടെ CPM പാർട്ടി സെക്രട്ടറി ആയിട്ട് വെച്ചപ്പോൾ തന്നെ ആ പാർട്ടിയുടെ സ്റ്റാറ്റസ് പോയില്ലേ. അതെന്ത് ചെയ്യാം? സഹിക്കില്ല, മാർഗമില്ലോ. ഏതായാലും ഒരു കൊല്ലം കൂടെ സഹിച്ചാൽ മതില്ലോ. 26 ഈ സൂക്കേട് തീർന്നു കിട്ടും എന്നതിൽ എനിക്ക് ഒരു സംശയമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ പി.സി. ജോർജ് പ്രതികരിച്ചതിന്. സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സനാതനധർമ്മം മനുസ്മൃതിയാണ്, അത് അശ്ലീലമാണ്. കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് MV ഗോവിന്ദന്റെ ഈ പ്രതികരണം.